ഒന്ന് മലപ്പുറം വരെ പോകാം. അവിടെ ഇംതിയാസ് കരീം വിവരങ്ങളുമായി തയ്യാറാണ്. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. മലപ്പുറത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏത് ബൂത്തിലാണുള്ളത്? ആരൊക്കെ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്? തിരക്കുണ്ടോ? മോത്തി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം നഗരത്തിൽ തന്നെയുള്ള 1-ാം നമ്പർ പോളിംഗ് സ്റ്റേഷനിലാണ്. ഞാനിവിടെ 6 മണിക്ക് എത്തിയതാണ്. 6 മണിക്ക് എത്തുന്ന സമയത്ത് തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 12 മിനിറ്റ്, പോളിംഗ് ആരംഭിച്ചൊരു 12 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വലിയ നീണ്ട വരി നമുക്ക് ഈ പോളിംഗ് സ്റ്റേഷന്റെ മുൻപിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതിൽ പ്രായമായവരും അതല്ലാതെ മുതിർന്നവരും യുവാക്കളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു നിര തന്നെയാണ് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ആവേശത്തോടു കൂടി എത്തി എന്ന് നമുക്ക് നിസ്സംശയം പറയാം. വളരെ നേരത്തെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയല്ലേ? എവിടെ പോകാനുണ്ടോ? ഇല്ല, എവിടെയും പോകാനില്ല. ചായക്ക് കിട്ടിയ ഒരാളെ ചായ കുടിച്ചോണ്ട് വന്നു. ചായ കുടിച്ചോണ്ട് വന്നു. എന്താണ് എല്ലാ പ്രാവശ്യവും വളരെ നേരത്തെ വരും അങ്ങോട്ട്? അങ്ങനെയൊന്നുമില്ല, ഇന്നിപ്പോ യാദൃശികമായി നേരത്തെ വന്നതായി. അതിന് പ്രത്യേക കാരണമുണ്ടോ? ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും. ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? എന്താണ് സുഖം? നല്ല ഇലക്ഷനാണ്. നമ്മളെ നല്ല മത്സരമാണ് താമരക്കുഴി വാർഡില്. രണ്ടാളും നമ്മളെ അടുത്ത ആൾക്കാരാണ്, സ്ഥാനാർത്ഥികൾ രണ്ടാളും. പക്ഷെ പാർട്ടി നോക്കിയിട്ടാണ് വോട്ട് ചെയ്യാം? അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. വ്യക്തി നോക്കിയിട്ടല്ല? അല്ലല്ല, രാഷ്ട്രീയമുണ്ട്. വീട്ടില് ചായ ഒക്കെ ആയോ? എല്ലാം സെറ്റാണോ? ചെന്നിട്ട് വേണോ ഇതൊക്കെ ഉണ്ടാക്കാൻ? റെഡിയാണ്. ഇന്നലെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്യും. സുഖാണ്. സുഖാണെന്ന് മനസ്സിലായി. പിന്നെ വീട്ടില് ചായ ഒക്കെ കുടിച്ച് ഒക്കെ എന്നിട്ടാണ് വന്നത് അങ്ങോട്ട്? ഇത് കഴിഞ്ഞിട്ട് ചെന്നിട്ട് ഉണ്ടാക്കണം. എല്ലാ തവണയും നേരത്തെ വരുമോ വോട്ട് ചെയ്യാൻ വേണ്ടി? 6 മണിക്ക് വരും. എന്താണ് ഇത്തവണത്തെ മലപ്പുറത്ത് ആര് ജയിക്കുമെന്നുള്ള ഒരു നേരത്തെ തന്നെ കണക്കൂട്ടി വെച്ചിട്ടുണ്ടോ? ആർക്കാണ് വോട്ട് എന്നുള്ളതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. രണ്ടും നല്ല കോമ്പറ്റീഷൻ തന്നെയാണ്. പറയാൻ പറ്റില്ല എന്താന്നുള്ള, ആർക്കാ എന്താ ഒന്നും പറയാൻ പറ്റില്ല. എന്താണ് ഇത്ത പറയാനുള്ളത്? വീട്ടിൽ നിന്ന് ഇനി കുറെ ആളുകൾ വോട്ട് ചെയ്യാൻ വരാനുണ്ടോ അങ്ങോട്ട്? അവരൊക്കെ എപ്പോഴാ വരിക? കടുത്ത മത്സരമാണ് നടക്കുന്നത്. നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് അവർക്ക് പറയാനുള്ളത്. വിവരങ്ങൾ